MBBS കഴിഞ്ഞ് എൻട്രൻസ് എഴുതി, പിന്നെ PG കഴിഞ്ഞ്, പിന്നെ എൻട്രൻസ് എഴുതി സൂപ്പർ സ്പെഷ്യാലിറ്റി ഒക്കെ കഴിഞ്ഞ് കുറെ കടമ്പകൾ കിടക്കണം. അതിന്റെ ഇടയിൽ ഈ മനുഷ്യത്വം തന്നെയാണ് മരവിച്ചു പോകും. മനുഷ്യരോടുള്ള ബന്ധം വളരെ കുറവായിരിക്കും ഈ ഡോക്ടർമാർക്ക്. അപൂർവം ചില ആളുകൾ മാത്രമേ മനുഷ്യരോട് ബന്ധമുണ്ടാവും. കാരണം എന്താണ്, അവരുടെ പഠന രീതി അങ്ങനെ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യം ഡോക്ടർമാർക്കാണ്. അതായിരിക്കും വൈരുദ്ധ്യം തോന്നും. ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ ആയുർദൈർഘ്യം, അതായത് പെട്ടെന്ന് മരിക്കുന്ന ടീം ഡോക്ടർമാരാണ്. അവരെല്ലാവരും ചികിത്സിക്കാൻ നിൽക്കുന്ന ടീമാണ്. അതവരുടെ മാനസികമായ പ്രഷറാണ്. അവ ഇത്രയൊക്കെ കഠിനാധ്വാനം ചെയ്ത് സൂപ്രണ്ടാകുന്ന ആൾക്കും 7ാം ക്ലാസ് തോറ്റ് നീല സാരിയൊക്കെ എടുത്ത് അവിടെ അടിച്ചു വരുന്ന പെണ്ണിനും ജീവിക്കാൻ ആവശ്യമായ അരി വിഭവങ്ങൾ ഗവൺമെന്റ് റേഷനിങ് വഴി കൊടുക്കും. വർഷത്തിൽ 2 പ്രാവശ്യം അവർക്ക് ഡ്രസ്സ് കൊടുക്കും. താമസിക്കാൻ ഗവൺമെന്റിന്റെ ഒരു സംവിധാനം ഉണ്ടാവും, അവിടെ താമസിക്കാം. അതിന് റിപ്പയർ ചെയ്യാൻ പോലും പറ്റൂല. മഴ പെയ്തിട്ട് ഒരു ഓട് പൊട്ടി ചോരാണ്, അപേക്ഷ കൊടുത്തിട്ട് ഗവൺമെന്റിന്റെ ആളുകൾ വന്നിട്ട് എന്ത് ചെയ്യണം, ഓട് മാറ്റണം. ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് അങ്ങനെ തകരാറുണ്ട്. ഇപ്പൊ KSRTC ഇവിടുത്തെ എങ്ങനെയെന്നറിയില്ല. കേരളത്തിലെ KSRTCയിലൊക്കെ ചെറിയൊരു ഈ കത്തുന്ന ലൈറ്റിന്റെ ഒരു കേബിൾ വല്ല വേറിട്ടിട്ട് ആ ലൈറ്റ് കത്തൽ നിന്നാൽ അത്രയും